എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. മാതൃഭൂമി സാഹിത്യോത്സവത്തിന്റെ ഈ മനോഹരമായ വേദിയിലേക്ക് ഇവിടേക്ക് ക്ഷണിച്ചതിന് നന്ദി, സ്നേഹം. കൂടുതൽ മുഖവരകളൊന്നും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നു ഇത് എഴുത്തുകാരൻ എഴുതിയാൽ മാത്രം മതിയോ എന്നുള്ളതിനെ രണ്ട് രീതിയിൽ സമീപിക്കാം. അതിന് തുടക്കമെന്ന രീതിയിൽ ഒരു ചിന്ത മനസ്സിൽ വരുന്നത് നമ്മുടെ മഹാനായിട്ടുള്ള നോവലിസ്റ്റ് ജെയിംസ് ജോയ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു എഴുത്തുകാരന് അവശ്യം വേണ്ട ഗുണം 3 ഗുണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ജെയിംസ് ജോയ്സ് പറഞ്ഞിട്ടുള്ളത് ഒന്ന്, സൈലൻസ്, എക്സൈൽ, കണ്ണിങ്. നിശബ്ദത, പ്രവാസം, സൂത്രശാലിത്വം അല്ലെങ്കിൽ കൗശലം. ഈ 3 ഗുണങ്ങളാണ് എഴുത്തുകാരന് ഏറ്റവും ആവശ്യം വേണ്ടതായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തായ നോവലിസ്റ്റുകളുള്ള ഒരാളാണ് ജെയിംസ് ജോയ്സ് പറഞ്ഞത്. അതില് നിശബ്ദത സത്യത്തിൽ ഈ നമ്മുടെ ഈ വിഷയവുമായിട്ട് കൃത്യമായിട്ട് ചേർന്ന് വരുന്നതാണ്. മറ്റേ പ്രവാസം എന്ന് പറയുന്നത് അതൊക്കെ ചില സവിശേഷ സാഹചര്യങ്ങളിൽ എഴുത്തുകാർക്ക് സംഭവിക്കുന്നതാണ്. പിന്നെ സൂത്രശാലിത്വം അല്ലെങ്കിൽ കൗശലം തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും വേണ്ട ഗുണമാണ്. കാരണം എഴുത്തുകാരെ സംബന്ധിച്ച് കൗശലം എന്ന് പറഞ്ഞാൽ തിണ്ണമെടുക്ക് ചെട്ടിമെടുക്ക് കാണിക്കുന്ന കൗശലമല്ല, എഴുത്തിലെ കൗശലം. ഭാവന കൊണ്ട് യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ സത്യത്തെ അതിനെ മനോഹരമായിട്ട് നുണയാക്കി മാറ്റുന്ന ആ ഒരു മറ്റൊരു നേര് സൃഷ്ടിക്കുന്ന കൗശലം എന്ന് പറയുന്ന ഭാവനയുടെ ആ മാജിക്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു കൗശലം എന്ന് പറയുന്നത്. ഈ നിശബ്ദത അത് നമ്മുടെ കൃത്യം നമ്മുടെ ഈ വിഷയമായിട്ട് ചേരുന്നു. കാരണം എഴുത്തുകാരൻ ഈ സദാ ബഹളം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിയാണോ, അങ്ങനെ ഒരു കർത്തൃത്വമാണോ എന്നുള്ളതാണ് ആ ചിന്ത വരേണ്ടത്. അതില് പുതിയ കാലത്തിരിക്കുന്ന 2 രീതിയിൽ ഇത് ചിന്തിക്കാം. ഒന്ന്, എഴുത്തുകാരൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിസ്റ്റ് എന്നൊക്കെ രീതിയിലുള്ള പല കാര്യങ്ങളിൽ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്ന അങ്ങനെ ഒരു വ്യക്തിത്വം ഒന്ന്. മറ്റൊന്നുള്ളത് പുതിയ കാലത്തെ ഡിജിറ്റൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ വലിയ ആ ലോകത്ത് അവിടെ തന്നെ സ്വയം പ്രദർശിപ്പിച്ചുകൊണ്ട് സദാ അവിടെ ഒരുപക്ഷെ എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ വ്യാപരിച്ചുകൊണ്ട് നടക്കുന്ന എഴുത്തിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ 2 തലങ്ങളാണ് എനിക്ക് ഈ വിഷയവുമായിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത ഇത് വിഷയം കണ്ടപ്പോൾ തോന്നി. അതിലാദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ കൃത്യമായിട്ട് ഒക്കെ നടത്തുക എന്ന് പറയുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ എഴുത്തുകാരുടെയും അവരുടെ സ്വത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവരുടെ മനസ്സിന്റെ ജനിതക ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വളരെ ഒരു തെരുവിലിറങ്ങി അങ്ങനെ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആക്ടിവിസ്റ്റ് എന്ന രീതിയിലുള്ള ഒരു സ്വത്വം എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും എൻ്റെ എഴുത്തിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ അത് എൻ്റെ എഴുത്തുകൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. അതിന് കഥയിലായാലും നോവലിലായാലും സിനിമയിലായാലും ലേഖനങ്ങളിലായാലും എല്ലാം തന്നെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലായാലും എല്ലാം തന്നെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ വളരെ ശക്തമായിട്ട് അതിലൊക്കെ കടന്നു വരും. അതിനപ്പുറം ഒരു ആക്ടിവിസ്റ്റിന്റെ ഒരു സ്വത്വം എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ എന്നിലില്ല, എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞ ഓരോ എഴുത്തുകാരനിലും അന്തർലീനമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത മാത്രമേ അതിന് പറയാൻ പറ്റൂ. അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും എഴുത്ത് ലോകത്തെ തിളങ്ങി നിൽക്കുന്ന അരുന്ധതി റോയ്, അവർ ഒരേ സമയം എഴുത്തുകാരിയുമാണ് ആക്ടിവിസ്റ്റുമാണ്. അവർ ആ 2 രീതിയിലും വളരെ ഉജ്ജ്വലമായിട്ട് അവരുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം എത്രയോ പേർ അല്ലാത്തവര്, ഇപ്പൊ പ്രതിഭ റോയ് എന്ന എഴുത്തുകാരി, നമ്മൾ മറ്റു ഭാഷകളിൽ ഒരു എഴുത്തുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുണ്ടായ സുനിൽ ഗംഗോപാധ്യായ, ഇവരൊന്നും ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആക്ടിവിസ്റ്റിന്റെ റോളെ അവരിലില്ല. അവർ ഗംഭീരമായിട്ട് എഴുതുന്നു. അത് മാത്രമാണ്, എഴുത്തിലൂടെയാണ് അവരുടെ ഒരു സ്വത്വം അവർ ആവിഷ്കരിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങളൊക്കെ ആ രീതിയിലാണ് അവർ നടത്തുന്നത്. അത് ചിലരിൽ ഇപ്പോൾ മലയാളത്തിൽ സാറാ ജോസഫ് ആ രീതിയിലുള്ള ഒരു ആക്ടിവിസ്റ്റ് എഴുത്തുകാരിയാണ്. അതേസമയം അല്ലാത്ത എഴുത്തുകാരികൾ എത്രയോ പേര് അങ്ങനെയുള്ള എഴുത്തുകാരികളുണ്ടായിരുന്നു. ഇപ്പോൾ മാനസിയെ പോലുള്ള എഴുത്തുകാരി അല്ലെങ്കിൽ അഷിതയെ പോലുള്ള ഒരു എഴുത്തുകാരി വളരെ സൂക്ഷ്മതലങ്ങൾ, എഴുത്തിന്റെ ഏറ്റവും സൂക്ഷ്മതലങ്ങളിലൂടെ മാത്രം സംവേദനം നടത്തിക്കൊണ്ടിരുന്ന അഷിതയെ പോലൊരു എഴുത്തുകാരി. അത് അവരുടെ ഒരു ചോയ്സാണ്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെയും ഒരു ചോയ്സ് മാത്രമാണ്. നമ്മള് ഇന്ന രീതി എഴുത്തുകാരെല്ലാം ആക്ടിവിസ്റ്റുകളായിരിക്കണം, അവരങ്ങനെ ആയിരിക്കണം എന്ന് ശടിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അതേസമയം നിലപാടുകൾ അത് തീർച്ചയായിട്ടും അതിൽ എഴുത്തിൽ സ്വാഭാവികമായിട്ട് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും കടന്നു വരും. വളരെ പ്രകടമായിട്ട് നമ്മളിപ്പോൾ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലെ പ്രമേയങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും അതിലേക്ക് അതൊക്കെ സ്വാഭാവികമായിട്ട് കടന്നു വരികയും ചെയ്യും. മറ്റൊന്നുള്ളത് സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു തലം. സോഷ്യൽ മീഡിയയിലുള്ള അവിടെ പുതിയ കാലത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ ഞാനോ മണികണ്ഠനോ ഒക്കെ ഞങ്ങൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇതിൽ വ്യാപരിച്ചാലേ പുതിയ തലമുറയിലെ വായനക്കാർ ഞങ്ങളെ കണ്ടെത്തുകയുള്ളൂ എന്നൊരവസ്ഥയും. ധാരാളം കുട്ടികളുമായിട്ട് കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ പോകുമ്പോൾ അവരൊന്നും ഇപ്പോൾ ഇവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഞാനിപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ശില്പശാല ക്യാമ്പിൽ പോയപ്പോൾ, പുതിയ നവാഗത എഴുത്തുകാർക്ക് വേണ്ടിയുള്ള ക്യാമ്പിൽ പോയപ്പോൾ, ക്ലാസ് എടുക്കാൻ പോയപ്പോൾ മാതൃഭൂമിയുടെ ശില്പശാലയാണെന്ന് ഓർക്കണം. അവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കുന്ന കഷ്ടി ഒരു കുട്ടി ഉണ്ടാകെ 35 പേരുള്ളത്. കഷ്ടി ഒരു കുട്ടി. എല്ലാ കാലത്തും ഒന്ന് വായിച്ചാലായിരുന്നു. ഇതാണ് അവസ്ഥ. അതേസമയം വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയ രാവിലെ മുതൽ ഇവർ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മാതൃഭൂമിയിൽ നമ്മുടെ കഥകൾ വരുന്നു, നോവലുകൾ വരുന്നു, എല്ലാം ഇവർ കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ അവർ രാവിലെ മുതൽ, നമ്മളിപ്പോൾ ചില എഴുത്തുകാര് എഴുന്നേൽക്കുമ്പോൾ ഇതാ സൂര്യൻ എന്നെ വന്ന് തൊട്ടു, എന്നെ വെയിൽ വന്ന് തൊട്ടു, ഇളം കാറ്റ് വന്നു, ഫോട്ടോ ഇടുകയാണ്. അണിഞ്ഞൊരുങ്ങി സുന്ദരനോ സുന്ദരിയായിട്ടുള്ള എഴുത്തുകാരിയോ അവരുടെ ഫോട്ടോകൾ ഇടുന്നു. ആയിരക്കണക്കിന് ലൈക്കുകൾ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഏതോ മഹത്വജനങ്ങൾ എന്ന രീതിയിൽ ഓരോ വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുക, അതിനും ഇതേപോലുള്ള കമന്റുകൾ. ഇങ്ങനെ ഈ സ്വയം പ്രദർശിപ്പിക്കുന്ന എഴുത്തുകാര് അവരാണ് യഥാർത്ഥ എഴുത്തുകാർ എന്ന് വിശ്വസിച്ച് പോകുന്ന വലിയൊരു പറ്റം, ഞാൻ പറഞ്ഞത് വലിയൊരു പറ്റം. അല്ലാത്ത ധാരാളം വിവേകശാലികളായിട്ടുള്ള KP അപ്പൻ സാർ പറഞ്ഞിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള എഴുത്തുകാര് അല്ലെ വായനക്കാര് പുതിയ തലമുറയിലുണ്ട്. ഒരു ന്യൂനപക്ഷം. പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഈ പ്രദർശനപരതയിൽ അഭിരമിച്ച് അതിൽ കുടുങ്ങി അവരാണ്, അങ്ങനെ പ്രദർശിപ്പിക്കുന്നവരാണ് എഴുത്തുകാരെന്ന് മാത്രം വിശ്വസിച്ച് അവരെ മാത്രം അറിഞ്ഞു പോകുന്ന ഒരു വലിയ പറ്റം വായനക്കാർ. ഭയങ്കരമായൊരു കെണിയാണ്. അപ്പൊ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ അതിപ്രസരത്തിൽ അങ്ങനെ അത് ആ രീതിയിൽ വ്യാപരിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്വത്തും അടയാളപ്പെടുകൂ എന്നുള്ളൊരവസ്ഥ. ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതില് എന്താ പറയുന്നത്, തീർച്ചയായിട്ടും അതിലെ അക്കൗണ്ടുള്ള ആളാണ്. അത്യാവശ്യ കാര്യങ്ങൾ എൻ്റെ ഒരു കൃതിയെ പറ്റിയോ ഇപ്പൊ ഈ മീറ്റിങ്ങിനെ പറ്റിയൊക്കെ ഞാൻ അതിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വിളംബരങ്ങൾ ഇടാറുണ്ട്. അതിനപ്പുറം ഞാൻ രാവിലെ മുതൽ ഞാൻ പുതിയ ഒരു വസ്ത്രം ഇതാ ധരിച്ചിരിക്കുന്നു, ഇതാ ഞാനൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, ഇതാ ഞാൻ വന്ദേ ഭാരതിൽ കയറി യാത്ര ചെയ്യുന്നു, ഇതാ എൻ്റെ ഭാര്യയും മക്കളും, എത്ര സുന്ദരം ഈ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാവിലെ മുതൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രദർശിപ്പിച്ചുകൊണ്ടിങ്ങനെ എനിക്ക് പറ്റില്ല. അയ്യോ, അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. ഭയങ്കര ഒരുതരം ഇളിഭ്യതയാണ്, അല്ലെങ്കിൽ ഉളുപ്പാണ് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. അപ്പൊ ചിലർക്ക് ഇത് വളരെ സ്വാഭാവികമാണ്. അവർ പക്ഷെ വിജയിക്കുക. പുതിയ കാലത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, ഇത്തരം ഈ പ്രദർശനപരതയിൽ അഭിരമിക്കുന്ന ധാരാളം പേര് ഗംഭീരമായിട്ട് അവരുടെ കൃതികൾ വിറ്റുപോവുകയാണ്. ഈ പുതിയ തലമുറ അവരറിയുന്ന എഴുത്തുകാർ ഇതാണ്. അപ്പൊ ഈ രണ്ട് രീതികളിലുള്ള ഇതിനെ ബാക്കി പരിമിതമായ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് മണികണ്ഠനും അതിനെപ്പറ്റി സംസാരിച്ചു. നമുക്ക് ബാക്കി എന്തെങ്കിലും പരസ്പരമുള്ള ഇന്ററാക്ട് ചെയ്തും സംസാരിക്കാം എന്ന് വിചാരിക്കും. എല്ലാവർക്കും നമസ്കാരം. അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ കാര്യത്തിൽ എഴുത്ത് മാത്രം മതിയോ എഴുത്തുകാരനാകാൻ എന്ന് പറയുന്ന ടൈറ്റിലിൽ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞ റൈറ്റർ ഒരു ആക്ടിവിസ്റ്റായിട്ട് എപ്പോഴും സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കണം, എന്നാലേ അയാളെ ഒരു റൈറ്ററായിട്ട് അംഗീകരിക്കൂ എന്നുള്ള കോണ്ടക്സ്റ്റിലല്ല ഈ ടൈറ്റിൽ എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടൈറ്റിൽ എടുക്കാൻ കാരണം ഇപ്പോഴത്തെ നമ്മളൊരു കഥയോ ഒരു പുസ്തകം നമ്മളുടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൃതി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൃതി അതിൽ ഉള്ള നമ്മുടെ വർക്ക് അത് എഴുതി കഴിഞ്ഞ് നമ്മളത് പ്രസാധകർക്ക് കൊടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിക്കണമോ? അത് അല്ല, പുസ്തകം വിപണിയിൽ ഇറങ്ങുമ്പോൾ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ എഴുത്തുകാർ എന്ന നിലയിൽ നമ്മൾ പണിയെടുക്കണമോ എന്നുള്ളതാണ് ഈ ടൈറ്റിലിന്റെ ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടം മാറിയതനുസരിച്ച് നമ്മൾക്ക് വേഷം കെട്ടേണ്ടി വരും.
80കളിൽ നമ്മളൊരു കഥ എഴുതി അത് പ്രസിദ്ധീകരിച്ചാൽ മതി, അത് വായനക്കാരിലേക്ക് എത്തിക്കോളും, അല്ലെങ്കിൽ വായനക്കാർ അത് തേടി പിടിച്ച് വന്നോളും. പക്ഷെ ഇപ്പോ നമ്മൾ ഒരു കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ വായനക്കാർ അതിലേക്ക് എത്തുന്നുണ്ട്. നമ്മളുടെ മുൻകാല കൃതികൾ വെച്ചിട്ടും നമ്മൾ എഴുതിയാൽ വായിക്കും എന്നുള്ള നിശ്ചിത എണ്ണം അന്നും ഇന്നും ഏറെക്കുറെ ഒരേപോലെ തന്നെയുണ്ട്. പക്ഷെ റൈറ്റർ എന്ന നിലയ്ക്ക് നമ്മൾക്കത് പോരാ. നമ്മൾക്ക് കുറച്ചും കൂടി അത് വായനക്കാരിലേക്ക് എത്തണം, കുറച്ചും കൂടി ആൾക്കാരെ നമ്മൾ നിർബന്ധിച്ച് വായിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ എന്തോ ഒരു സാധനം ആണ് ഇപ്പോഴത്തെ കാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പിന്നാക്കം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നിലായി പോയി എന്നുള്ള പ്രതീതി മൊത്തം ജനങ്ങൾക്കുണ്ടാവും, വായനക്കാർക്കല്ല, ജനങ്ങൾക്കുണ്ടാവും. ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകും എന്ന് നമ്മൾക്ക് തോന്നുന്നത് പ്യുവർ ആയിട്ട് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റൈറ്റർ ഫ്രസ്ട്രേറ്റഡ് ആവും, വാനാകും, അല്ലെങ്കിൽ വിഷാദവതികളാകും. അവർ അത് ഏറ്റുപിടിക്കാൻ നോക്കും, അടുത്ത നമ്മുടെ സാധനം ഒന്നും കൂടി ആൾക്കാർക്ക് എത്തിക്കണം എന്ന് വിചാരിക്കും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ പണ്ട് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്ന സാധനം, നമ്മളുടെ പുസ്തകത്തെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനം രണ്ട് തരത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും അത് ചാതുര്യത്തോടെ ചെയ്യാനും അതിനും ഒരു ജനിതകമായ കഴിവുള്ളവരുണ്ട്, അവരൊക്കെ അത് പറ്റും. അത് ഇല്ലാത്തവര്, ഇപ്പോ നമ്മുടെ ദ്രാവിഡ് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിരാട് കോഹ്ലി ഫീൽഡിൽ ഭയങ്കര അഗ്രസീവാണ്. അത് അയാളുടെ സ്വാഭാവികതയാണ്, അയാൾക്ക് അങ്ങനെ പറ്റും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കോഹ്ലി വലിയൊരു ഹീറോ ആയി മാറിക്കഴിഞ്ഞപ്പോ പുതിയത് വരുന്ന പിള്ളേരെല്ലാവരും തന്നെ കോഹ്ലി അനുകരിക്കാൻ ശ്രമിക്കും. ആ വരുന്ന കുട്ടികളുടെ സ്വാഭാവികമായ പ്രതികരണം ആയിരിക്കില്ല അത്. എന്ന് പറയുന്ന പോലെ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്നതിനും പരിശീലനത്തെക്കാൾ ഉപരി ഒരു ജന്മവാസനയുണ്ട്. ആ ജന്മവാസനയിൽ ചെയ്യുന്നവർ വിജയിക്കുന്നു. അതിന്റെ പിറകെ നമ്മൾ പോയി അത് ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ ദയനീയമായി പരാജയപ്പെടുന്നു. അപ്പോൾ എനിക്കിതിനെ പറ്റി പറയാനുള്ളത്, നമ്മളുടെ മനസ്സെന്താണോ പറയുന്നത് അത് ചെയ്യാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ടെക്നിക്ക് തിരിച്ചു തരാം. ഈ നമ്മുടെ മാധ്യമത്തിന്റെ പത്രാധിപരുണ്ട് ബിജുരാജ്. ഇദ്ദേഹം, നിങ്ങളെവിടെയെങ്കിലും ബിജുരാജിന്റെ ഫോട്ടോ കണ്ടോ? ബിജുരാജ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വഴിയിടില്ല. ആള് വളരെ ദൈക്ഷണികപരമായ 4-5 പുസ്തകം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചതാണ്. വളരെ വളരെ റിസർച്ച് ചെയ്ത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. പക്ഷെ പുസ്തകങ്ങളെല്ലാം നന്നായിട്ട് വിപണിയിൽ വിറ്റ് പോകണമുണ്ട്. ഇദ്ദേഹം, ഞാൻ പണ്ട് സ്ഥിരമായിട്ട് 6 മാസം സോഷ്യൽ മീഡിയ ക്ലോസ് ചെയ്യും, അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിനെ വിമർശിച്ച് മാറ്റിയത് ആളാണ്. ആള് എന്നോട് പറയുന്നത് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന്. നീ കഥ എഴുതണ്ട, നോവൽ എഴുതണ്ട, അത് നിർബന്ധിക്കണില്ലേ, പക്ഷെ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നിനക്ക് ഓൾറെഡി ഉള്ള ഒരു വിസിബിലിറ്റി ഉണ്ട്, അത് സോഷ്യൽ മീഡിയയിൽ കളയാതെ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ട്. ബിജുരാജ് ഇത് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. തിരിച്ച് നമ്മളുടെ പുസ്തകം, നമ്മളുടെ കഥ, ഇത് നിങ്ങൾ വായിക്കണമെന്ന് കുറച്ച് പ്രഷറൈസ് ചെയ്തും അല്ലെങ്കിൽ എന്താ പറയുക പ്രകടന പരത കൂട്ടിയിട്ടും ആരെങ്കിലും നമ്മളുടെ പുസ്തകത്തെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴേക്കും അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇട്ടും ഒക്കെ ചെയ്യുന്നതിന് പേഴ്സണലി ഞാൻ എതിരല്ല. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. അത് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു സവിശേഷത ജനിതകമായിട്ടും കൂടി വേണം അതിന്. ആ മിടുക്ക് എനിക്കില്ല എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ വിനിച്ചേട്ടനോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എഴുത്ത് മാത്രം മതി എഴുത്തുകാരനാകാൻ എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ കാലത്ത് ഇതാണ്. ശരിക്കും എഴുത്ത് അവിടെ ഉണ്ട്, വായനക്കാരവിടെ ഉണ്ട്. നമ്മൾ കാണുന്ന ഒരു പ്രതീതിയാണ് പ്രശ്നം. അതില് വിജയിച്ചവർ ആര്, എഴുത്തിൽ വിജയിച്ചവർ ആര് എന്ന് പറഞ്ഞ് മുൻപിൽ വെക്കുന്ന ആളുകളോ പുസ്തകങ്ങളോ ആണോ യഥാർത്ഥ ഇത് എന്നുള്ളതൊക്കെയാണ് അതിലത്. എനിക്ക് ചോദിക്കാനുള്ളത്, 60കളിലും 70കളിലും 80കളിലും ഈ ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും അതിന്
അന്നത്തെ റൈറ്റേഴ്സ് മറുപടി പറയാ എഴുത്ത് മാത്രം മതിയോ അന്ന് അവൻ അതിന് എന്ന് പറഞ്ഞിട്ട്. മണികണ്ഠന്റെ ചോദ്യം വളരെ കൃത്യമാണ്. അപ്പൊ 60-കളിലെ 70-കളിലൊക്കെ എഴുത്തുകാരോട് ഈ ചോദ്യം ചോദിച്ചാൽ എന്റെ വിശ്വാസം അവര് പറയും എഴുതിയാൽ മാത്രം, എഴുത്ത് മാത്രം മതി എന്നുള്ളതാണ്. ഒരുപക്ഷെ എഴുത്തിന്റെ വിപണിയിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. മണികണ്ഠൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞതും എല്ലാം ഏതാണ്ട് ഒരേ പോയിന്റാണ്. അതായത് എഴുത്തിന്റെ വിപണി എന്ന് പറയുന്നത് ഒന്ന്, എഴുത്തിന്റെ വിപണിയിലെ വിജയം മറ്റൊന്ന്, എഴുത്തിലെ വിജയം മറ്റൊന്ന്. ഇപ്പം എനിക്ക് പറഞ്ഞു കേട്ടിടത്തോളം മനസ്സിലായത് മണികണ്ഠനും എനിക്ക് ശേഷം വന്ന തലമുറയിലെ അനിയനാണ്. ഞാനും ഒക്കെ ആ കാര്യത്തിൽ അത്ര പോരാ. ഈ എഴുത്തിന്റെ വിപണി എന്ന് പറയുന്ന പരിപാടി, അതിനകത്തെ ആ പ്രദർശന പരിധിയും അവിടെ ഉണ്ടാക്കുന്ന ചെട്ടിമിടുക്ക്, ഞങ്ങളുടെ തിരുവിതാംകൂർ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത് ചെട്ടിമിടുക്ക്, ആ ചെട്ടിമിടുക്ക് ഇല്ല. അപ്പൊ ആ ചെട്ടിമിടുക്ക് ഇല്ല, അത് ചിലർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു സാധ്യമാവുകയുള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയ ഒക്കെ ആവശ്യപ്പെടുന്ന ആ രീതിയിലുള്ള ചെട്ടിമിടുക്ക്, അത് അപ്പോൾ ആ വിപണിപരത, വിപണിയുടെ വിജയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുത്തിൽ ഉള്ള വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലാണ് സംതൃപ്തി തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തുന്നത്. മറ്റൊന്നുള്ളത്, എനിക്ക് റേഷൻ വാങ്ങിക്കണമെങ്കിൽ ഞാൻ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണ്. മറ്റ് യാതൊരു തൊഴിലുമില്ല. എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെ മാത്രമാണ് എനിക്ക് റേഷൻ അന്നം വാങ്ങിക്കാനായിട്ടുള്ള ഒരേ ഒരു വരുമാനമാണ്. അപ്പൊ ആ നിലയ്ക്ക് എനിക്ക് 10 പേര് പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ എനിക്ക് വളരെ ഉപകാരമാണ്. 10 പേരോട് എന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമാണ്. പക്ഷെ അത് ഈ രീതി സാധിക്കും. ഈ പറയുന്ന രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയയിലെ അഭ്യാസ പ്രകടനങ്ങൾ അത് സാധിക്കില്ല. അത്യാവശ്യം കാര്യങ്ങൾ നമ്മുടെ ഇത് ആകൃതിയുണ്ട്, ഇതിനടുത്ത് കിട്ടും, ഇതൊക്കെ പറയാമെന്നല്ലാതെ ഇത് രാവിലെ മുതൽ ഞാൻ ഈ പുസ്തകം പ്രദർശിപ്പിച്ചുകൊണ്ട് തെരുവോരത്ത് നിൽക്കുക, പുഴയോരത്ത് നിൽക്കുക, ഇങ്ങനെയൊന്നും നമ്മളെ കൊണ്ട് നടക്കും. അത് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം അടിസ്ഥാന വിഷയങ്ങൾ അതിന്റെ സംസാരിച്ചു കഴിഞ്ഞു. ബാക്കി തീർച്ചയായിട്ടും നിങ്ങൾ പ്രിയപ്പെട്ട വായനക്കാരോ സഹൃദയിൽ നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്ക് അങ്ങനെയുള്ളതില്ല. പുസ്തകം ശരിക്കും പറഞ്ഞാൽ ഏതൊരു റൈറ്ററും ഡിക്രോസ്റ്റ് ആവുന്ന രീതിയിൽ തിരസ്കരിക്കപ്പെട്ടു. പക്ഷെ പുസ്തകം അങ്ങനെ പൊന്തി വരും. നമ്മൾ ഇമ്മീഡിയറ്റ് സക്സസ് വിചാരിക്കുന്നതാണ് സക്സസ് എന്നുള്ള നിലയ്ക്കാണ് ഈ ടൈറ്റിൽ വരെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് പണിയണ്ട പറയുന്നത് ശരിയാണ്, അതൊരു ഉദാഹരണമാണ്. പക്ഷെ അത് ഞാൻ ഇതിന്റെ അതിന്റെ ആ ചരിത്രം നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ള ആദ്യത്തെ പ്രസിദ്ധീകരിച്ചിട്ട് 5-6 വർഷം അത് അനങ്ങിയിട്ടില്ല ആ പുസ്തകം. പിന്നീട് ഈ ക്രോസ്വേഡ് പുരസ്കാരം അത് കിട്ടിയപ്പോഴാണ് ആ പുസ്തകം. അപ്പൊ എന്തെങ്കിലും സംഭവിക്കണം. വീര പുരസ്കാരം അതേപോലെയുള്ള വലിയൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള പുരസ്കാരം വന്നതോടെ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതുവരെ 5-6 വർഷം ആ പുസ്തകം അനങ്ങിയിട്ടേ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഒരു AI അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടം, അതിൽ എഴുത്തുകാരൻ്റെ പ്രസക്തി എന്താണ്? അത് ചോദിക്കാൻ കാരണം കണ്ടന്റ് റൈറ്റേഴ്സിൻ്റെ ജോബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈവൻ കണ്ടന്റ് AI വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ സ്റ്റോറീസ് ആയാലും കണ്ടന്റ് ആയാലും ChatGPT ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പഴയ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല? ലൈക്ക് മേ ബി അത് യങ് ജനറേഷൻ്റെ ഒരു കുത്തകയായിട്ട് AI മാറ്റാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവല്യൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. പല കാലഘട്ടത്തിലും പല രീതിയിൽ ഇവോൾവ് ചെയ്താൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് തന്നെയാണല്ലോ പറയുന്നത്. സർവൈവ് ചെയ്യുന്നവർ മാത്രമേ സ്റ്റോറി എഴുതാറുള്ളൂ, അല്ലെങ്കിൽ ജയിച്ചവർ മാത്രമേ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എഴുത്തുകാരൻ്റെ പ്രസക്തി എന്താണ്? എങ്ങനെ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇപ്പം താങ്കൾ പറഞ്ഞ കുറേ പ്രതിസന്ധികൾ പറഞ്ഞു, പക്ഷേ അതിനെന്താണ് സൊല്യൂഷൻ എന്നും പൊതുജനങ്ങളെക്കാളും നിങ്ങൾക്കായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക്സ്. അതിനൊരു ഉത്തരവുള്ളത് ഇപ്പം നമ്മുടെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ, അതായത് എഴുത്തുകാരൻ എഴുതിയാൽ മാത്രം മതിയോ എന്നുള്ളതിൽ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, എഴുത്തുകാരന് എഴുതാനായിട്ട് ഈ AI ആവശ്യമില്ല എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. യാതൊരു ആവശ്യമില്ല. കാരണം ഏതൊരു AI-യേക്കാളും ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, എത്ര AI വന്നാലും അത് നമ്മൾ നിലവിലുള്ള നമ്മുടെ അതിൻ്റെ ഒരു ശാസ്ത്രീയ അടിത്തറ വെച്ചിട്ട്, അതിനെപ്പറ്റിയുള്ള അറിവുകൾ വെച്ചിട്ട്, അത് മനുഷ്യർ കൊടുക്കുന്ന ഇൻപുട്ട്, അതിൽ നിന്നാണ് പിന്നീട് അത് രൂപാന്തരത്തിൽ എടുക്കുന്നത്, മറ്റ് സൃഷ്ടികളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ മനുഷ്യഭാവന എന്ന് പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യഭാവന അത് ഏറ്റവും ശക്തമായിട്ട് തന്നെ ഏത് AI-യേക്കാളും മികച്ചു നിൽക്കുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ
എനിക്ക് അങ്ങനെ ഒരു പ്രതിസന്ധിയേ ഇല്ല. എയുടെ യാതൊരു ആവശ്യവും ഈ എഴുതാൻ എന്റെ ഭാവനയ്ക്ക് വിഹരിക്കാനായിട്ട് എയുടെ യാതൊരു ആവശ്യവുമില്ല. എന്റെ മനസ്സിൽ അതിന് എത്രത്തോളം അതിന്റെ അതിരുകളില്ലാത്ത ഒരു രീതിയിലുള്ള ഭാവനയിലൂടെ എനിക്ക് സഞ്ചരിക്കാനാവും ഇത് പൂർണ്ണ ബോധ്യമാണ്. പക്ഷേ എന്ന് ഒരുപക്ഷെ അതിന്റെ വിപണിയുടെ സാധ്യതകളിലൊക്കെ അത് ചിലപ്പോൾ ഞാൻ ചോദിച്ച പോലെയുള്ള അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ എയ്ക്കൊക്കെ ഇടപെടലുകൾ വിപണിപരമായിട്ട് അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളൊക്കെ ചെയ്യാനായിട്ട് എയുടെ സാധ്യതകൾ ചിലപ്പോൾ ചെയ്യാമായിരിക്കും. അത് പബ്ലിഷേഴ്സ് ഒക്കെ ചെയ്യേണ്ടതാണെന്ന് ഞാൻ കരുതുന്നത്. എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല ആ രീതിയിലുള്ള എഴുതുക എന്ന് മാത്രമാണ് ഈ പറഞ്ഞ ചോദ്യത്തിലുള്ളതുപോലെ തന്നെ എഴുതിയാൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് എനിക്ക് എഴുത്തിൽ യാതൊരു പ്രതിസന്ധിയും ഇന്നേ വരെ നേരിട്ടിട്ടില്ല. അങ്ങനെ എഴുതാൻ എന്തെങ്കിലും തടസ്സം ഒന്നും ഉണ്ടായിട്ടില്ല. അത് അതിന്റെ സ്വച്ഛമായിട്ട് അതിന്റെ ഭാവനയിലൂടെ കടന്നു പോയിരുന്നു. അപ്പോൾ ഒക്കെ മറ്റു രീതികളിൽ ഒരു പക്ഷെ വന്നാൽ അത് പബ്ലിഷേഴ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. എനിക്കത് അതിനെപ്പറ്റി പറയാനുള്ളത് AI ഇപ്പൊ നമ്മൾ ഏത് AI-യുടെ ഒരു സാധനം എടുത്താലും വീഡിയോ എടുത്താലും പടം എടുത്താലും നിങ്ങളൊരു ചെറുകഥ എഴുതാൻ AI-യോട് പറഞ്ഞ KV മണികണ്ഠന്റെ സ്റ്റൈലിൽ ചെറുകഥ AI എഴുതി എന്തെടുത്താലും അത് തിരിച്ചറിയാൻ പറ്റും. AI-യും ഒറിജിനൽ മനുഷ്യൻ ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള അതിരുകൾ ഭാവിയിൽ കുറയും എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ലേ കുറയുന്നു. അവിടെ മനുഷ്യന് ചെയ്യാനുള്ളത് ബാക്കി വെച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. കാരണം 2000-ന്റെ തുടക്കത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി മമ്മൂട്ടി മോഹൻലാലൊന്നും വേണ്ട, അവരുടെ കൺസെന്റ് മാത്രം മതി, അനിമേഷൻ വരികയാണ്, ഇനി 10 കൊല്ലം കഴിഞ്ഞ സിനിമകൾ മുഴുവൻ അങ്ങനെയായിരിക്കും പറഞ്ഞു എവിടെയെങ്കിലും വന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും വളരെയധികം മേഖലകളിൽ അത് ജോലി ഭാരം കുറയ്ക്കും. പക്ഷെ ഫിക്ഷൻ മേഖലകളിലോ നിങ്ങൾ നന്നായിട്ട് പ്രോംപ്റ്റ് എഴുതി കൊടുക്കാൻ അറിഞ്ഞാൽ വാൻ ഗോഗിനേക്കാൾ വലിയ ചിത്രകാരനായിട്ട് പടം വരും. ഓക്കെ 2 മിനിറ്റ് ഉള്ളൂ. അപ്പൊ എനിക്ക് അതൊരു ഭീഷണിയായിട്ട് തോന്നണില്ല. അത് ഇത് ആയിട്ട് തന്നെ നിൽക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എനിക്ക് തോന്നുന്നു, ഞാൻ ആ ഏരിയയിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഴുത്തിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും, സാങ്കേതികമായിട്ടുള്ള എല്ലാ ഏരിയയിലും എഐക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോമിനൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്, എഴുത്തിലുണ്ട്. ഇപ്പോൾ മലയാളമല്ല ഇംഗ്ലീഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഏറ്റവും മികച്ച എഡിറ്റിംഗ് ടൂളായിട്ട് നമ്മളൊരു സാധനം എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മികച്ച എഡിറ്റിംഗ് ടൂളായിട്ട് AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അത് പബ്ലിഷേഴ്സ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്, അപ്പുറത്ത് കൃത്രിമ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ഇൻ്റലിജൻസ്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഒരു ഹൈബ്രിഡ് ഇൻ്റലിജൻസ് ആണ് ഇനി ഫ്യൂച്ചർ. അത് എഴുത്തിൽ മാത്രമല്ല, മറ്റേത് സാങ്കേതിക മേഖലയിലാണെങ്കിലും ഈ ഒരു ഹൈബ്രിഡ് ഇൻ്റലിജൻസ്. കാരണം AI അതിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഹാലുസിനേറ്റ് ചെയ്യും. അതിനെന്ത് വേണം, അതിൻ്റെ അവസാനത്തെ ജഡ്ജ്മെൻറ്റ് AI ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ജഡ്ജ് നമ്മൾ തന്നെയാണ്. ഇറ്റ് ഫൈനലി നമ്മളാണ്. ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ ഈ AI വന്നതോടുകൂടി ഒത്തിരി മലയാളം വാരികൾ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ലേഖനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിക്കോസ് ലേഖനങ്ങൾ എഴുതാൻ AI ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു ടെക്നോളജി ആളാണ്, ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ബയോളജിയിൽ ഒരു ലേഖനം എഴുതി മാതൃഭൂമിയിൽ വരുത്താൻ പറ്റും. അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് ന്യൂയോർക്കർ മാഗസിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ടൂളുണ്ട്. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് AI ജനറേറ്റഡ്. മലയാളത്തിൽ അതില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഡേഞ്ചറാണ്. ഈ ലേഖനം എഴുത്തുകാർ നശിപ്പിച്ച് കളയും നമ്മൾ. സത്യം പറഞ്ഞാൽ ഫോൾസ് ഇൻഫർമേഷൻ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പം തൽക്കാലം ഏതായാലും ഞങ്ങൾക്ക് മണികണ്ഠനോ എനിക്കോ ആ ഭീഷണി ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം കഥയുടെ കാര്യത്തിൽ അത് ഇടപെടില്ല എന്ന് ഞങ്ങൾ ഏതായാലും അതിന് ഇടപെടിക്കില്ല. ലേഖന എഴുത്തുകാർ ഓൾറെഡി മലയാളത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കഷ്ടം.